ഇന്ന് പ്രഖ്യാപിച്ച 2024 യൂണിയൻ ബഡ്ജറ്റിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളെയാണ് ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് മാപ്പ് മൈ ഇന്ത്യ അല്ലെങ്കിൽ CE ഇൻഫോ സിസ്റ്റം ലിമിറ്റഡ്. CE ഇൻഫോ സിസ്റ്റം ലിമിറ്റഡ് ഇന്ന് 8.6% ഉയർന്ന് 2485 ക്ലോസിംഗ് നൽകി. 13,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 100, 52 വീക്ക് ഹൈ 2747, 52 വീക്കിലോ 1445. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഇപ്പോൾ ഒരു ചെറിയ ഡിസ്കൗണ്ടിൽ ലഭ്യമാണ്. മാപ്പ് മൈ ഇന്ത്യ എന്ന സ്റ്റോക്കിൽ റാലി വരാനുള്ള പ്രധാന കാരണം GIS മാപ്പിംഗ് ഉപയോഗിച്ച് അർബൻ ലാൻഡ് റെക്കോർഡ് ഡിജിറ്റൈസ് ചെയ്യും എന്ന് ഇന്ന് ബഡ്ജറ്റിനിടയിൽ ഫിനാൻസ് മിനിസ്റ്റർ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് മാപ്പിങ്ങുമായി ബന്ധപ്പെട്ട 2 കമ്പനികൾ ഔട്ട് പെർഫോം ചെയ്തു. മാപ്പ് മൈ ഇന്ത്യയും ജെൻസിസ് ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ തുടങ്ങിയ സ്റ്റോക്കുകളിലാണ് ഇന്ന് ബൈയിങ് മൊമെൻറ്റം വരികയും സ്റ്റോക്ക് ഇൻട്രാഡേയിൽ 10% ഉയരുകയും ചെയ്തത്. മാപ്പ് മൈ ഇന്ത്യ എന്ന കമ്പനി ഡിജിറ്റൽ മാപ്പ്, ജിയോ സ്പെഷ്യൽ സോഫ്റ്റ്വെയർ, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ബേസ്ഡ് ടെക്നോളജി എന്നിവ ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നീ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. മാപ്പ് മൈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2250 ഒരു പ്രധാന റെസിസ്റ്റൻസ് ലെവലായിരുന്നു. ഈ റെസിസ്റ്റൻസ് ലെവലിന് മുകളിൽ സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വരികയും സ്റ്റോക്ക് 2740 വരെ ഉയരുകയും ചെയ്തു. അതിനുശേഷം സ്റ്റോക്ക് ബ്രേക്കൗട്ട് നൽകിയ ലെവലായ 2250 എന്ന ലെവലിനെ റീടെസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. റീടെസ്റ്റ് ചെയ്തതിന് ശേഷം സ്റ്റോക്കിൽ നമ്മൾക്കൊരു പോസിറ്റീവ് മൂവ്മെൻ്റ് ആണ് കാണാൻ സാധിച്ചത്. ഈ ഫാക്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ മാപ്പ് മൈ ഇന്ത്യ എന്ന സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സ്റ്റോക്ക് ഡിസ്കൗണ്ടിൽ ലഭിക്കുമ്പോൾ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാവുന്നതുമാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ടൈറ്റാൻ കമ്പനി ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. ടൈറ്റാൻ ഇന്ന് 6.5% ഉയർന്ന് 3468 ക്ലോസിംഗ് നൽകി. 3 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 88.05, ഡിവിഡൻഡ് ഈൽഡ് 0.32%, 52 വീക്ക് ഹൈ 3886, 52 വീക്കിലോ 2882. കല്യാൺ ജുവലേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റോക്കുകളിലും, എല്ലാ ജുവലറി സെഗ്മെൻറ്റുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളിലും ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. മാർക്കറ്റ് ലീഡർ കാറ്റഗറിയിൽ ഉൾപ്പെട്ട പല സ്റ്റോക്കുകളും ഇന്ന് 8%-ലേറെ ഉയരുകയും ചെയ്തു. ഇവിടെ ഗോൾഡിനും സിൽവറിനും മുകളിലുള്ള കസ്റ്റംസ് ഡ്യൂട്ടി കുറയ്ക്കാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ, കസ്റ്റംസ് ഡ്യൂട്ടി 15%-ൽ നിന്നും 6%-ലേക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. ഇതോടൊപ്പം തന്നെ കസ്റ്റംസ് ഡ്യൂട്ടി കുറയ്ക്കുന്നത് ഡൊമസ്റ്റിക് പ്രൈസിലൊരു കുറവ് വരുത്തുന്നതിനും ഗോൾഡിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നതിനും പിന്നിൽ ഒരു പ്രധാന കാരണമാകുമെന്ന് പല അനലിസ്റ്റുകളും പറയുന്നു. ഈ സ്റ്റോക്കുകൾ കൂടാതെ രാജേഷ് എക്സ്പോർട്ട് ഇന്ന് 8.24%, അതുപോലെ തന്നെ സെൻഗോ ഗോൾഡ് 10%-നടുത്തും ഇൻട്രാഡേയിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. കല്യാൺ ജുവലേഴ്സ് എന്ന ലീഡിംഗ് ജുവലറി കമ്പനി ഇന്ന് 6.11% ഉയർന്ന് പുതിയ 52 വീക്ക് ഹൈ ആയ 561 എത്തി. ഗോൾഡിയം ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനി ഇന്ന് 8% ഉയരുകയും 185 രൂപയുടെ ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്യുകയും PC ജുവലേഴ്സ് 5% ഉയരുകയും 74 രൂപ 14 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി അതിൻ്റെ 52 വീക്ക് ഹൈക്ക് അടുത്തേക്ക് എത്തുകയും ചെയ്തു. ടൈറ്റാൻ എന്ന സ്റ്റോക്ക് ഇപ്പോൾ ഡിസ്കൗണ്ടിൽ ലഭ്യമാണ്. ഓൾ ടൈം ഹൈയിൽ നിന്നും സ്റ്റോക്കിൽ ഒരു കറക്ഷൻ വരികയും സ്റ്റോക്ക് 3050 എന്ന ലെവലിനെ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ 3468 ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും ബൈയിങ് മൊമെൻറ്റം തുടരുകയാണെങ്കിൽ 3600, 3800 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്